നമസ്കാരം. KSRTCയുടെ സ്വിഫ്റ്റ് രൂപീകരണത്തിനെതിരെ തൊഴിലാളികളിൽ ചിലർ കോടതിയിൽ പോയപ്പോൾ മുതൽ MD വക സൈക്കോളജിക്കൽ മൂവായിരുന്നു ശമ്പളം എത്രയും താമസിപ്പിക്കുക എന്ന തന്ത്രം. അതിപ്പോൾ നിർബാധം തുടരുന്നു. ജോലി ചെയ്താൽ മാത്രം കൂലി പോരെങ്കിൽ ട്രാൻസ്ഫർ എന്ന പേരിൽ തെക്ക് കിടക്കുന്നവനെ വടക്കും, വടക്കു നിൽക്കുന്നവനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമൊക്കെ തട്ടി മാനസിക ഉല്ലാസം കണ്ടെത്തുന്ന മാനേജ്മെൻറ്റിൻ്റെ ക്രൂര വിനോദവും. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ പാർട്ടി ലെവി കൃത്യമായി പിരിച്ചെടുത്ത് പുട്ടടിക്കുന്ന യൂണിയൻകാർ. ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് ഊർദ്ധശ്വാസം വലിക്കുന്ന തൊഴിലാളികൾ. എല്ലാത്തിനും ഒടുവിൽ തൊഴിലാളികൾ തന്നെ പറയണം, നിങ്ങൾ സ്വിഫ്റ്റോ എന്ത് കോപ്പ് വേണമെങ്കിലും തുടങ്ങിക്കോ, ഞങ്ങൾക്ക് ശമ്പളം തന്നാൽ മതിയെന്ന്. ഇത് സംഭവിക്കുന്ന കാലം വിദൂരമല്ല. യാതൊരു സംശയവും വേണ്ട, സ്വിഫ്റ്റ് നടപ്പാക്കിയിരിക്കും. അതിനെ ആരെങ്കിലും എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോയി എയർ ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആക്കി കാണിക്കണം. അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുക്കരുത്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനകത്ത് പ്രൈവറ്റ് ട്രെയിൻ വരരുത്. അതിനെ തടഞ്ഞു കാണിക്കണം KSRTC നന്നാക്കാൻ നടക്കുന്നവര്. അംഗീകൃത പ്രതിപക്ഷ യൂണിയനുകളായ TDF, BMS ഈ മാസം 21-ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അപ്പോഴേക്കും ശമ്പളമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. KSRTCയുടെ സ്വകാര്യവത്കരണത്തിനെതിരെയാണ് പണിമുടക്ക്. KSRTC തൊഴിലാളികൾ മറ്റൊരു സമരം ഇപ്പോഴും തുടരുന്നുണ്ടെന്നത് TDF, BMS പാർട്ടി നേതാക്കൾക്ക് അറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. പട്ടിണി സമരം. ഒറ്റയ്ക്കല്ല, ഒരുമിച്ചെന്ന കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ആ കൂട്ടായ്മയ്ക്ക് ഒരു തൊഴിലാളി സംഘടനയുടെ രൂപവും ഭാവവും വന്നു കഴിഞ്ഞു. അവർ യൂണിയൻ ആവുകയാണ്. അവരുടെ സമരം KSRTCയെ നഷ്ടത്തിലാക്കിക്കൊണ്ടുള്ളതല്ല, മറിച്ച് വരുമാനം വരുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. അഷ്ടിക്ക് പോലും വകയില്ലാത്ത KSRTCയിൽ പണിമുടക്ക് നടത്തി വരുമാനം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനെ അനുകൂലിക്കാനാവില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സർക്കാർ അനുകൂല ഹർത്താൽ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. അന്നും KSRTCക്ക് ഒരു ദിവസത്തെ വരുമാന നഷ്ടമുണ്ടായി. അതാർക്കും വിഷയവുമല്ല, വാർത്തയുമല്ല. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നിരത്തുകൾ സജീവമായി തുടങ്ങിയപ്പോൾ KSRTCയുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 3.5 കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരുമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സമരത്തെയും അനുകൂലിക്കാനാവില്ല. കാരണം സർക്കാർ അനുകൂല ഹർത്താലും പ്രതിപക്ഷങ്ങൾ നടത്താനിരിക്കുന്ന പണിമുടക്കും കൊണ്ടുണ്ടാകുന്ന വരുമാന നഷ്ടത്തിൻ്റെ പാപഭാരം തൊഴിലാളികളുടെ തലയിൽ വെച്ച് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ. നഷ്ടക്കണക്ക് പറഞ്ഞ് KSRTCയെ സ്വകാര്യവത്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് വകുപ്പിലെ തന്നെ ചില അഭ്യസ്തവിദ്യരായ ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ശമ്പളം ചോദിക്കുമ്പോൾ ഉടുതുണി പൊക്കി കാട്ടും പോലെയും ജീവനക്കാർക്ക് നേരെ പുലഭ്യവും പുച്ഛവും മാത്രം പ്രസരിപ്പിക്കുന്ന മേലാളന്മാരുടെ കണക്കുകൾ ആദ്യം കേൾക്കാം. ശമ്പള വർധന എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും പ്രതീക്ഷിക്കണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എവിടെ ഇരിക്കുന്ന പൈസ ഗവൺമെന്റ് തരുമെന്ന് പറ. എല്ലാവരും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഒരുത്തരം അടുത്ത 5 കൊല്ലത്തേക്കുള്ള ശമ്പള വർധന മാത്രമല്ല, ശമ്പളം മൊത്തം തരാം. എനിക്കെന്താ പ്രശ്നം? ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ അതൊന്നും വരത്തില്ലെന്നേ. അതൊക്കെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിലെ 125 പൊതുമേഖലാ സ്ഥാപനത്തിൽ 120 എണ്ണത്തിനകത്ത് ശമ്പളം പല രീതിയും മുടങ്ങിക്കിടക്കുകയാണ്. ദയവ് അതിനെപ്പറ്റി മനസ്സിലായില്ലേ? കുത്തകയായിട്ടുള്ള വാട്ടർ അതോറിറ്റിക്കും കുത്തകയായിട്ടുള്ള KSEBിയിലും കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പറേഷണൽ ഇഷ്യൂസ് ഇല്ല, ആസ്തിപരമായിട്ടുള്ള നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി KSRTCയിലെ കുറച്ച് കണക്കുകൾ ആനക്കോട്ട് രഞ്ജിത്ത് പറഞ്ഞു തരും. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ബസ്സിൽ പരമാവധി 51 സീറ്റ്. യാത്രക്കാരെ നിർത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. 51 സീറ്റിൽ 20% സംവരണ സീറ്റുകളാണ്. ഫലത്തിൽ ബാക്കിയുള്ളത് 40ഓളം സീറ്റുകൾ മാത്രം. സൂപ്പർ ഫാസ്റ്റ് ബസ് ആണെങ്കിൽ ഒരു യാത്രക്കാരനിൽ നിന്നും 1 കിലോമീറ്ററിന് പരമാവധി വാങ്ങാവുന്ന തുക 78 പൈസ മാത്രം. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് 1 കിലോമീറ്റർ ഓടിച്ചാൽ കിട്ടാവുന്ന പരമാവധി തുക 78 × 50 38 രൂപ. നിലവിൽ കഴിഞ്ഞ മാസം പ്രതിദിനം ശരാശരി ഓടിച്ചത് 8,60,000 കിലോമീറ്ററിൽ താഴെ. അതായത് പ്രതിദിനം എല്ലാ ബസ്സുകളും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചാൽ കിട്ടാവുന്ന ശരാശരി തുക പ്രതിദിനം 8,60,000 × 35 3,26,80,000 രൂപ. എങ്കിൽ പ്രതിമാസം കിട്ടാവുന്ന പരമാവധി തുക 3,26,80,000 × 30 98,04,00,000 രൂപയാണ്. നിലവിൽ പ്രതിമാസം ശരാശരി 290 കോടി രൂപ ചെലവാക്കുമ്പോൾ 80 കോടി രൂപ ശമ്പളത്തിനും 70 കോടി രൂപ പെൻഷനും 80 കോടി രൂപ ഇന്ധനത്തിനും 40 കോടി രൂപ വായ്പാ തിരിച്ചടവിനും 20 കോടി രൂപ മറ്റ് ചെലവുകൾക്കുമാകും. അങ്ങനെ പ്രതിമാസം ഏകദേശം 300 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. ശമ്പളവും പെൻഷനും പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൂടി കൃത്യമായി കണക്കാക്കിയാൽ ഏകദേശം 375 കോടി രൂപയോളം വരും.
ഒന്നുകിൽ ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് നിലവിലുള്ളതിൻ്റെ 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നിലവിലോടുന്ന ബസ്സുകളുടെ എണ്ണം 8 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക. നിലവിലെ യാത്രാ നിരക്കുകൾ നിശ്ചയിക്കുന്നവർ KSRTCയുടെ ഒരു വർഷത്തെ ആകെ ചെലവ് ഭാഗം ഒരു വർഷം ഓടിക്കുന്ന ആകെ കിലോമീറ്റർ എന്ന നിരക്ക് കണക്കാക്കി സേവന നിരക്ക് നിർണ്ണയിക്കുക. ഇത് സർക്കാരിൽ അവതരിപ്പിച്ച് ബാക്കി തുക ഗ്രാൻഡായി വാങ്ങുക. അതല്ലെങ്കിൽ ഇതിനെ സർക്കാർ സേവന മേഖലയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആക്കുക. ഇതാണ് ഒരു സജഷൻ. ഇനി അതിനോട് യോജിപ്പില്ലെങ്കിൽ 10 വർഷമായി KSRTCയിൽ ജോലി ചെയ്തു വരുന്ന ഒരു കണ്ടക്ടറിന്റെ വാക്കുകൾ കേൾക്കാം. KSRTCയിലെ 2 ടൈപ്പ് ഓപ്പറേഷൻസിനെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം. അതിലൂടെ KSRTCക്ക് കിട്ടാവുന്ന ലാഭത്തെക്കുറിച്ചും. ഒന്നാമത്തെ ടൈപ്പ് ഓപ്പറേഷൻ, ഒരു ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. രാവിലെ 7 മണിക്കാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. 450 കിലോമീറ്ററാണ് ഇത് സർവീസ് നടത്തേണ്ടത്. കോട്ടയം കൊട്ടാരക്കര ചെയിൻ ട്രിപ്പാണ് ഈ ഡ്യൂട്ടിക്കുള്ളത്. രാവിലെ 7 മണിക്ക് കൊട്ടാരക്കര നിന്നും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി തീരുന്നത് രാത്രി 10 മണിക്കാണ്. ഓരോ ട്രിപ്പിനും ഇടയിലുള്ള ഗ്യാപ്പ് 20 മിനിറ്റ് ആണ്. ഞാൻ സർവീസ് ആരംഭിച്ച് 7 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഏതെങ്കിലും KSRTC ഈ ലൈനിൽ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. പോയിട്ടില്ലെങ്കിൽ വണ്ടി 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏതെങ്കിലും വണ്ടി പോയിട്ടുണ്ടെങ്കിൽ 5, 10, 15 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയിൽ വേറെ വണ്ടികൾ വന്നാലും ഗ്യാപ്പ് കിട്ടില്ല. ആ ട്രിപ്പ് കാലിയായി പോകേണ്ടി വരും. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് നിലനിർത്തിയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ കുറച്ച് ആളിനെ കിട്ടും. ഞാൻ ഈ ചെറിയ ഗ്യാപ്പ് നിലനിർത്തി വണ്ടി ഓപ്പറേറ്റ് ചെയ്ത് 450 കിലോമീറ്റർ ഓടും. അന്നത്തെ ഡ്യൂട്ടി തീർത്താൽ 10 മണിക്ക് തീരേണ്ട എൻ്റെ ഡ്യൂട്ടി തീരുന്നത് 11:30-നാണ്. 1.5 മണിക്കൂർ ലേറ്റ് ആയാലും കുറച്ച് കളക്ഷൻ കൂടുതൽ കിട്ടുന്നതിനാൽ പലരും ഇതിലെ സമയനഷ്ടമൊന്നും നോക്കാറില്ല. നോക്കുന്നവരും ഉണ്ട്, സമ്മതിക്കുന്നു. അത് പോട്ടെ, നമുക്ക് സമയം നഷ്ടപ്പെടുത്തി ഞാൻ ഉണ്ടാക്കിയ കളക്ഷൻ്റെ കണക്കുകൾ നോക്കാം. ഓടിയ മൊത്തം കിലോമീറ്റർ 450, കളക്ഷൻ 13,000 രൂപ. ഡീസൽ 100 ലിറ്റർ. ഡീസലിൻ്റെ ചെലവ് 96 × 100 9,600 രൂപ. ഡീസൽ ചെലവൊഴിച്ച് മിച്ചമുള്ള തുക 13,000 - 9,600 3,400 രൂപ. രണ്ടാമത്തെ ടൈപ്പ് ഓപ്പറേഷൻ, ഇതിൽ 450 കിലോമീറ്റർ ഓടണമെന്ന നിർബന്ധം മാറ്റിയിട്ട് എത്ര കിലോമീറ്റർ ഓടിയാലും സാരമില്ല, എനിക്ക് കളക്ഷൻ മാത്രം മതി എന്നൊരു കണ്ടീഷനാണ് എനിക്ക് മുന്നിലേക്ക് എൻ്റെ മേലധികാരി വയ്ക്കുന്നത്. രാവിലെ 7 മണിക്ക് ഞാൻ ഡ്യൂട്ടിക്കെത്തി. ഒരു വണ്ടി പോയതേ ഉള്ളൂ. ഡിപ്പോയിൽ കോട്ടയം പോകാൻ ആൾ വളരെ കുറവ്. ഞാൻ ബോർഡ് ഇട്ടില്ല, അവിടെ കാത്തുനിന്നു. ഒടുവിൽ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്യാപ്പ് വന്ന് കോട്ടയം പോകാനായി ആൾ കൂടാൻ തുടങ്ങി. ഞാൻ ബോർഡ് ഇട്ടു. വണ്ടി നിറയെ ആളുണ്ട്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ എല്ലായിടത്തും ആളുണ്ടായിരുന്നു. കോട്ടയത്ത് ചെന്നിട്ട് അവിടെയും 3/4 മണിക്കൂർ കാത്തുനിന്ന് ആള് കൂടുന്ന സമയം നോക്കി ഞാൻ കൊട്ടാരക്കരയ്ക്കും വണ്ടി പിടിച്ചു. ഒരു വണ്ടി ആൾ എനിക്ക് തിരിച്ചും കിട്ടി. അങ്ങനെ രാത്രി 10 മണിക്ക് ഡ്യൂട്ടി ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കളക്ഷൻ 15,000 രൂപ. ഓടിയ കിലോമീറ്റർ 230. ഡീസൽ 56 ലിറ്റർ. ഡീസൽ ചെലവ് 56 × 100 5,600. ഡീസൽ ചെലവൊഴിച്ച് മിച്ചമുള്ള തുക 15,000 - 5,600 9,400. കണ്ടല്ലോ, ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഓപ്പറേഷനിൽ നിന്നും മിച്ചം കിട്ടുക 3,400 രൂപയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓപ്പറേഷനിൽ നിന്നും മിച്ചം കിട്ടുക 9,400 രൂപയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം തന്നെ 6,000 രൂപയാണ്. ഇതൊരു ബസ്സിൻ്റെ കാര്യം മാത്രമാണ്. ഇതുപോലെ എല്ലാ സർവീസും മാറ്റിയാൽ ചുമ്മാ കിലോമീറ്റർ ഓടി നശിപ്പിച്ചു കളയുന്ന ഡീസൽ കാശ് ധാരാളമായി മിച്ചം പിടിക്കാം. 3,000 സർവീസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ 3,000 × 6,000 1,80,00,000 രൂപ. 2 കോടിയോളം രൂപ ഒരു ദിവസം നമുക്ക് മിച്ചം പിടിക്കാം. എല്ലാ വണ്ടികളും ഇത് പ്രാക്ടിക്കൽ അല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഏകദേശം 1 കോടി രൂപയാണ് ഒരു ദിവസത്തെ ലാഭം. അതായത് ഒരു മാസം 30 കോടി രൂപയോളം ലാഭിക്കുന്ന വലിയ കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായി KSRTCയിൽ ചെയ്തു വരുന്നത് ആദ്യത്തെ രീതി അങ്ങ് അനുവർത്തിച്ചാൽ മതി എന്ന നിലപാട് കർക്കശമാക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് ബസ് യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളതിലും ഒരു 10 ഇരട്ടി സർവീസെങ്കിലും തേരാപാര സർവീസ് നടത്തുന്ന ഈ പ്രക്രിയയിലൂടെ സംജാതമാകുന്നു. ആവശ്യമില്ലാത്ത വിധത്തിൽ ഡീസൽ നഷ്ടവും ഉണ്ടാകുന്നു. നിങ്ങൾ തന്നെ പറയാറില്ലേ, ആവശ്യമുള്ള സമയത്ത് ഒരു വണ്ടി പോലുമില്ല, ആവശ്യമില്ലാത്ത സമയത്ത് 10 വണ്ടികൾ നിരനിരയായി പോകുമെന്ന്. ഇത് ക്രമീകരിക്കാൻ ഞാൻ മുകളിൽ പറഞ്ഞ രണ്ടാമത്തെ പ്രോസസ് സഹായിക്കും. നിർഭാഗ്യവശാൽ ഒരു കണ്ടക്ടർമാരോടും ഒരു CMDമാരും ചോദിക്കാറില്ല എങ്ങനെ കളക്ഷൻ കൂട്ടാൻ സാധിക്കുമെന്ന്. എന്നാൽ അവർ ചോദിക്കുന്നതാകട്ടെ ഒരു ജോലിയും ചെയ്ത് ശീലമില്ലാതെ വെറുതെ ഇരിക്കുന്ന ചില ഓഫീസർമാരോടാണ്. അവർക്ക് ആകെ അറിയാവുന്നത് ഫുൾ കിലോമീറ്ററും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓർഡർ അടിച്ചിങ്ങ് വിടുക എന്ന സ്ഥിരം പരിപാടിയുമാണ്. അവരത് ഭംഗിയായി ചെയ്യും, കാലാകാലങ്ങളായി ചെയ്തു വരുന്നത് പോലെ. ഇതിനൊരു അപവാദമാണ് തിരുവല്ല ഡിപ്പോയിലെ ഇൻസ്പെക്ടർമാർ. എങ്ങനെ ഡ്യൂട്ടി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മറ്റുള്ളവർ ഈ ഇൻസ്പെക്ടർമാരെ കണ്ടുപഠിക്കണം. ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തേക്കും വണ്ടി അയച്ചവർ ഡീസൽ കത്തിച്ചു കളയാറില്ല.
ഒരു ട്രിപ്പ് കഴിഞ്ഞു വരുന്ന കണ്ടക്ടറെ അവർ ഓഫീസിൽ പിടിച്ചിരുത്തിയ ശേഷം ഓരോ റൂട്ടിലേക്ക് പോകാൻ ബസ്സുണ്ടോ ആൾക്കാരുണ്ടോ എന്നവർ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് കായംകുളം പോകാൻ ആൾക്കാർ കൂടി നിൽക്കുന്നുവെന്ന് മനസ്സിലായാൽ അവർ കണ്ടക്ടറെ വിളിച്ച് കായംകുളത്തേക്ക് ബോർഡ് ഇടിപ്പിക്കും. അതേസമയം കോട്ടയത്തേക്കാണ് ആൾക്കാർ കൂടി നിൽക്കുന്നതെങ്കിൽ അവർ കോട്ടയം പോകാൻ പറയും. സത്യത്തിൽ ഇങ്ങനെ തന്നെയല്ലേ സർവീസ് നടത്തേണ്ടത്? അല്ലാതെ കിലോമീറ്റർ കൂടുതൽ ഓടിച്ചാൽ കളക്ഷൻ കൂട്ടുമെന്ന മണ്ടൻ സിദ്ധാന്തമൊക്കെ എടുത്ത് തോട്ടിൽ കളയേണ്ട കാലമൊക്കെ എന്നേ അതിക്രമിച്ചിരിക്കുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? KSRTC സേവനത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നവരോട്. സേവനമെന്ന് പറയുമ്പോൾ സേവനം മാത്രമായിരിക്കണം. അതായത് ആദ്യം പറഞ്ഞ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ലാഭം മാത്രമായിരിക്കും നേട്ടം. ഇത് രണ്ടാമത് പറഞ്ഞ ഓപ്പറേഷൻ. ഇത് രണ്ടും കൂടി ഒരു വണ്ടിയിൽ പോകില്ല. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.